വർഗീയത അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും എതിർക്കപ്പെടേണ്ടതാണ്. ഇന്ത്യ എന്ന മതേതര രാജ്യത്ത് താമസിക്കുമ്പോൾ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഒക്കെ പേരിൽ ആളുകളെ തമ്മിൽ തെറ്റിക്കുക, അല്ലെങ്കിൽ ഒരു കൂട്ടം കൂടുക, ഇതൊക്കെ തെറ്റ് തന്നെയാണ്. ബഹുമാനായ CP ജോൺ, നമ്മുടെ UDF-ന്റെ കരുത്തരായ നേതാവാണ്, അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുന്നതിന് ന്യൂനപക്ഷ വർഗീയതയെ കൂട്ടുപിടിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. ഭൂരിപക്ഷ വർഗീയത എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്ന സംഘപരിവാർ ശക്തിയാണ്, രാജ്യം ഭരിക്കുന്ന ശക്തിയാണ്. ഒരു കാലം വരെ RSSകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവജ്ഞയോടെ നോക്കിയിരുന്ന, മാറ്റി നിർത്തപ്പെടേണ്ടവനാണെന്ന് വിചാരിച്ചെടുത്തതെന്ന് RSSകാരനായ ഒരാൾ രാജ്യം ഭരിക്കുന്നു. RSS രാജ്യത്തിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തി. എന്നാൽ UPA സർക്കാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ കേട്ടിരുന്ന വർഗീയ കലാപങ്ങളോ ഒന്നും NDA സർക്കാരിൻ്റെ കഴിഞ്ഞ 11 വർഷത്തെ അല്ലെങ്കിൽ 10 വർഷമായിട്ട് കേൾക്കാനില്ല എന്നുള്ളതാണ് സത്യം. രാജ്യത്തെ മുസ്ലിം സഹോദരങ്ങളെല്ലാം അല്ലെങ്കിൽ ക്രൈസ്തവ സഹോദരങ്ങളെല്ലാം സന്തോഷത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. പുഴുക്കുത്തുകളായി ഈ മണിപ്പൂർ സംഭവം പോലെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ബാക്കിയുണ്ട്. അതിൻ്റെയൊക്കെ യഥാർത്ഥ കഥ തിരക്കി പോയാൽ അത് വർഗീയ കലാപങ്ങളല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഗുജറാത്തും മാറാടും പോലെ മറക്കാൻ കഴിയാത്ത ഒട്ടനവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ ന്യൂനപക്ഷ വർഗീയത അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തിൻ്റെ പേരിലായാലും അത് ശരിയാണ്. ഒരിക്കലും അല്ല. പ്രത്യേകിച്ച് CP ജോണിനെ പോലെ വളരെ സീനിയർ ആയിട്ടുള്ള പൊളിറ്റീഷ്യൻ ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മൾക്ക് അത്ഭുതം തോന്നുന്നത്. പ്രത്യേകിച്ച് ഇത് അടുത്തിടയ്ക്ക് ഈ UDF-ന്റെ ഒരു സ്റ്റാൻഡ് പോലെയാണ് ബേസിക്കലി ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ SDPIയുടെ സപ്പോർട്ട് സ്വീകരിക്കുന്നത് തെറ്റില്ല എന്ന രീതിയിലാണ് UDF ഇപ്പോൾ കഴിഞ്ഞ പാലക്കാട് തിരഞ്ഞെടുപ്പിന് ശേഷവും കോൺഗ്രസ്സുകാർ പ്രകടനം നടത്തുന്നതിന് മുമ്പ് SDPIക്കാരാണ് അവിടെ പ്രകടനം നടത്തിയത് പാലക്കാട്. അപ്പൊ നാച്ചുറലി ഇന്നവേ ഇവർ ഇത് എൻഡോസ് ചെയ്യുവാണ്. SDPI നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു പൊളിറ്റിക്കൽ മാനിഫെസ്റ്റേഷൻ ആണ്. അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രം, ഇന്ത്യയുടെ വിമോചനം ഇസ്ലാമിലൂടെ എന്ന് പറയുന്ന ഒരു മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയും SDPIയുടെയും കൂടാമെന്ന് UDF-ന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി ഇങ്ങനെ പറയുമ്പോൾ കോൺഗ്രസിൽ നിന്ന് മറുപടി ഉണ്ടാവുന്നില്ല എന്ന് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നു. കോൺഗ്രസ്സുകാരനത് മറുപടി പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വർഗീയ ശക്തികളെ അല്ലെങ്കിൽ ജാതീയമായി നിൽക്കുന്ന സംഘടനകളെ കൂട്ടുപിടിച്ചാൽ മാത്രമേ ഭരണത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്ന കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ NSSമായി SNDPയോ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് ഇത്രത്തോളം അടുത്തിരിക്കുന്നു. മലബാർ മേഖലയിൽ മുസ്ലിം ലീഗിന്റെ കരുത്തിൽ മുസ്ലിം ബെൽറ്റ് UDF-നൊപ്പം നിൽക്കുമെന്ന ധാരണ അവർക്കുണ്ട്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ നാട്ടിലുണ്ട്. സോ UDF അധികാരത്തിൽ എത്തണമെന്നല്ല, അവർക്ക് ഇഷ്ടമുള്ള നേതാവ് അല്ലെങ്കിൽ അവർക്ക് തന്നെ അധികാരത്തിൽ എത്തണമെന്ന ചിന്തയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിണറായി വിജയന് ശേഷം മറ്റൊരാൾ മുഖ്യമന്ത്രി ആയാലും ഇടതുപക്ഷത്ത് മുഖ്യമന്ത്രി ആയാലും അത്ഭുതപ്പെടാൻ ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ മുങ്ങാൻ പോകുന്ന കപ്പലിലേക്ക് തിരികെ വരാൻ, അതായത് ഇപ്പോൾ സേഫായിട്ടൊരു കപ്പലിൽ നിൽക്കുന്നിടത്ത് നിന്ന് മുങ്ങാൻ പോകുന്ന ഒരു കപ്പലിലേക്ക് തിരികെ വരാൻ പാലായിലെ നമ്മുടെ മാണിക്കുഞ്ഞ് ജോസ് കെ മാണി ആഗ്രഹിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നു. വിദൂരതയിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നമുക്ക് ഈ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വരെയുള്ള ജില്ലകൾ പരിശോധിച്ചാൽ അല്ലെങ്കിൽ നിയോജകമണ്ഡലങ്ങൾ പരിശോധിച്ചാൽ അവിടെയൊക്കെ കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന പാർട്ടിക്ക് അതിൻ്റെതായ ഒരു സ്വാധീനമുണ്ട്. UDF-നൊപ്പം നിൽക്കുമ്പോൾ ഒരുപാട് നേട്ടം കൊയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. LDF-ൽ ചെന്നപ്പോൾ കോട്ടമാണെങ്കിൽ പോലും പാലായിൽ വിജയിച്ചില്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെ 1-2 MLA-മാരും ഒക്കെ ഉണ്ടല്ലോ എന്ന് സമാധാനിച്ചിരിക്കാം എന്നുള്ളതാണ്. റോഷി അഗസ്റ്റിനെ പോലെയുള്ള നേതാക്കന്മാർ ആ പാർട്ടിയിലുണ്ട്. അവരൊക്കെ ഏത് മണ്ഡലത്തിൽ പോയി അവരുടെ സ്ഥിരം മണ്ഡലത്തിൽ പോയി ഏത് മുന്നണിയിൽ മത്സരിച്ചാലും വിജയിക്കാൻ കെൽപ്പുള്ള ആളുകളാണ്. അവരത് വിജയിച്ച് കയറുക തന്നെ ചെയ്യും. അപ്പോൾ UDF എങ്ങനെയാണ് അധികാരത്തിലേക്ക് എത്താൻ കണക്കുകൂട്ടുന്നത് എന്ന് ചോദിച്ചാൽ അത് ഈ പറയപ്പെടുന്ന ജാതി സംഘടനകളുടെയും മതസംഘടനകളുടെയും കൂട്ടുപിടിച്ച് മാത്രമേ പറ്റൂ എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. UDF-ന് പരാജയമായിരിക്കും ഫലം എന്ന തിരിച്ചറിവുണ്ടായാൽ എത്ര കാലം മുസ്ലിം ലീഗിന് UDF-ൽ തുടരാൻ സാധിക്കുമെന്ന ചോദ്യം മറ്റൊരിടത്ത് സജീവമാണ്. ശരിയാണ്. 2 ടൈം ഓൾറെഡി ഇപ്പൊ തന്നെ ഭരണത്തിന് പുറത്താണ്. മുസ്ലിം ലീഗാണ് UDF മുന്നണിയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അത് ഒരുപക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നൊപ്പം നിൽക്കണമെങ്കിൽ ഒന്നാമത്തെ ആയാലും വേണ്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ഇനി മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഇവരുടെ പോരാടുമ്പോൾ ഒരു ഉപമുഖ്യമന്ത്രി കസേര മുസ്ലിം ലീഗ് ക്ലെയിം ചെയ്താലും കൊടുക്കേണ്ടെന്ന സാഹചര്യത്തിലേക്ക് പോകും. അവർ ക്ലെയിം ചെയ്യാതിരിക്കുകയൊന്നുമില്ല. 5ാം മന്ത്രിക്ക് വേണ്ടി അവർ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അത് നടക്കാതെ വരുന്ന പക്ഷം ഉപാധികളില്ലാതെ LDF-ലേക്ക് പോകാൻ അവർ തയ്യാറെടുത്താൽ LDF ഇരുകൈ നീട്ടി അവരെ സ്വീകരിക്കും. ബാലകൃഷ്ണപിള്ളയുടെ മകൻ ഗണേശനെ പോലും ഇരുകൈ നീട്ടി സ്വീകരിച്ച പ്രസ്ഥാനമാണ് LDF എന്ന് പറയുന്നത് നമ്മൾക്ക് മറക്കാൻ സാധിക്കില്ല. LDF-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നുള്ളതല്ല, അതിന് പിണറായി വിജയൻ ആയാലും മകൻ മുഹമ്മദ് റിയാസ് ആയാലും മറ്റൊരു പേര് പറയാൻ നമുക്കിപ്പം നിലവിലില്ല. മകനെല്ലാം മരുമകൻ നമുക്കിപ്പോൾ നിലവിൽ മറ്റൊരു പേര് പറയാൻ നമ്മുടെ പക്ഷത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോട്ടകളൊക്കെ ഇപ്പോഴും കോട്ടകളായി തന്നെ തുടരുകയാണ്. ഈ 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം
4 ഉപതെരഞ്ഞെടുപ്പുകളെ നമ്മൾ നേരിട്ടു. അതിൽ തൃക്കാക്കര UDF വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. UDFന്റെ നേതാക്കന്മാർ പറഞ്ഞു നമ്മുടെ VD സതീശന്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ആണ്, VDയുടെ കഴിവാണ്, അല്ലെങ്കിൽ UDFന്റെ കഴിവാണ് എന്നൊക്കെ പറഞ്ഞു. കയ്യിലുണ്ടായിരുന്ന ഒരു സീറ്റ് നിലനിർത്തി എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും അവിടെ സംഭവിക്കാനില്ല. അവിടെ മരണം എന്ന് പറയുന്ന ഒരു വലിയ വികാരം, PT തോമസ് എന്ന് പറയുന്ന നേതാവിനോടുള്ള വലിയ വികാരം, അത് ഭൂരിപക്ഷം ഉയർത്താൻ കാരണമായി എന്നുള്ളതാണ്. തൃക്കാക്കര പൂർണ്ണമായും UDFന്റെ സീറ്റ് തന്നെയാണ്. പിന്നീട് ആദരണീയനായ ഉമ്മൻചാണ്ടി സാറിന്റെ മരണത്തെ തുടർന്ന് പുതുപ്പള്ളിയിൽ വരുന്ന തെരഞ്ഞെടുപ്പ്, അവിടെയും ഈ പറയപ്പെടുന്ന കോൺഗ്രസിന്റെ സീറ്റാണ്, UDFന്റെ സീറ്റാണ്. ഉമ്മൻചാണ്ടി എന്ന വികാരം അവിടെ അലതല്ലിയപ്പോൾ ഉമ്മൻചാണ്ടിയേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ ചാണ്ടി ഉമ്മൻ വിജയിച്ച് കയറിയത് നമ്മൾ കണ്ടു. പിന്നീട് ഷാഫി പറമ്പിൽ രാജിവെച്ച് വടകരയിലേക്ക് പോയപ്പോൾ അവിടെ നടന്ന മത്സരം, ഷാഫി പറമ്പലിന്റെ പകരക്കാരനായി രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു. ത്രികോണ മത്സരം പ്രതീക്ഷിച്ചെടുത്ത് BJPയുടെ കണക്കുകൂട്ടലുകൾ തെറ്റുന്നു. സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ BJPക്ക് പാളിച്ചുണ്ടാകുന്നു. ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ നോക്കി നിൽക്കുമ്പോൾ UDFിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ കിട്ടുന്നു. അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്ന BJPയും ഇടതുപക്ഷവും അത് നശിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വലിയ വിജയത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ നയിക്കുന്നു. അവിടെ ആരുടെ പക്കൽ നിന്ന് വോട്ട് വാങ്ങിയാലും വേണ്ടിയില്ല, ഞങ്ങൾക്ക് വലിയ ഭൂരിപക്ഷം നേടണമെന്ന ഒരൊറ്റ വാശിയിൽ UDF ഈ പറയപ്പെടുന്ന SDPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ വോട്ട് അവിടെ വാങ്ങിയെടുത്തു. അവരവരുടെ പ്രകടനം നടത്തി, അവരുടെ അധ്വാനത്തിന്റെ ഫലമാണ് അവരവരുടെ പ്രകടനം നടത്തി എന്നുള്ളത്. പിന്നീട് ചേലക്കരയാണ്. ചേലക്കര പിടിച്ചെടുത്തിരുന്നെങ്കിൽ UDF തരംഗമുണ്ട് എന്ന് നമുക്ക് പറയാം. അവർ ആ സീറ്റ് നിലനിർത്തി. ഭൂരിപക്ഷം കുറഞ്ഞു എന്നത് K. രാധാകൃഷ്ണൻ എന്ന് പറയുന്ന നേതാവിനോട് ചേലക്കരയ്ക്കുള്ള ഒരു പ്രത്യേക സ്നേഹമുണ്ട്. ആ K. രാധാകൃഷ്ണൻ എത്രമാത്രം ഈ പറയപ്പെടുന്ന തെരഞ്ഞെടുപ്പിൽ സജീവമായി എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. സംസ്ഥാനത്തെ മന്ത്രിയായിരിക്കുന്ന ഒരാളെ ഒതുക്കലിന്റെ ഭാഗമായി രാജിവെപ്പിച്ച് പാർലമെന്റിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചു എന്നേ പറയാൻ പറ്റും. അല്ലെങ്കിൽ K. രാധാകൃഷ്ണൻ ഇല്ലാതെ എത്രയോ നല്ല കാൻഡിഡേറ്റുകൾ ഇടതുപക്ഷത്തിൽ കിട്ടുമായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഒരു നാണക്കേട് ഉണ്ടാകാതെ പോയി. ആ മനുഷ്യൻ ആ നല്ല കമ്മ്യൂണിസ്റ്റുകാരനായ K. രാധാകൃഷ്ണൻ മത്സരിച്ചത് കൊണ്ട് ഒരു സീറ്റ് ഇടതുപക്ഷത്തിൽ കിട്ടി എന്ന് ആശ്വസിക്കാം എന്നുള്ളത്. പക്ഷെ അതൊരു ഒതുക്കലിന്റെ ഭാഗമാണ്. കാരണം പിണറായി വിജയന് ശേഷം ഒരു വനിതാ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടാൽ സ്ഥാനാർത്ഥിയാകേണ്ടുന്ന ശൈലജ ടീച്ചറെ വടകരയിൽ മത്സരിപ്പിച്ച് പരാജയപ്പെട്ടാൽ ശൈലജ ടീച്ചർക്ക് ജനപിന്തുണ ഇല്ല എന്ന് പറയും. വിജയിച്ചാൽ പാർട്ടി ചിഹ്നം നിലനിർത്തുന്നതിന്റെ ഭാഗമായി MP മാർക്ക് രാജിവെക്കണ്ട എന്ന് പറയുകയും ചെയ്യുന്ന രീതിയിൽ ഒതുക്കാമെന്ന് കരുതിയാണ് ശൈലജ ടീച്ചറെ മത്സരിപ്പിക്കുന്നത്. അല്ല, ഇനി ഒരു ദളിത് പ്രാതിനിധ്യം ഇടതുപക്ഷത്തുണ്ടാകണമെന്ന ആവശ്യം ഉന്നയിച്ചു വന്നാൽ മന്ത്രിയാകാൻ സാധ്യതയുള്ള അത്രയും കറതീർന്ന കമ്മ്യൂണിസ്റ്റായ K. രാധാകൃഷ്ണന്റെ പേര് ഉയർന്നു വരും എന്നുള്ളത് കൊണ്ട് രാധാകൃഷ്ണനെയും അവിടെ ഒതുക്കി പാർലമെന്റിലേക്ക് പറഞ്ഞയച്ചു എന്നുള്ളതാണ്. അപ്പോഴും UDF അവിടെ പരാജയമാണ്. 10,000 വോട്ടിലേക്ക് ഭൂരിപക്ഷം കുറച്ചെങ്കിലും UDF അവിടെ വിജയിക്കാൻ സാധിച്ചില്ല. അപ്പൊ എന്താണ് VD സതീശന്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന ചോദ്യം അവിടെ ബാക്കിയാവും. കാരണം നിലനിന്നിരുന്ന സീറ്റ് സ്റ്റാറ്റസ് കോ നിലനിർത്തുകയാണ്. ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം ചോറാണ് കഴിക്കുന്നത്. എനിക്ക് ചോറ് കിട്ടാനുള്ള അരി എന്റെ പത്തായത്തിലുണ്ട്. അത് നെല്ല് കുത്തി അരി വെച്ച് ചോറാക്കാനുള്ള ത്രാണി എനിക്കുണ്ട്. പക്ഷെ ആ നെല്ല് മാറ്റി ഗോതമ്പ് കൃഷി ചെയ്തുകൊണ്ട് വന്നാൽ മാത്രമേ, ആ ഗോതമ്പ് കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയാൽ മാത്രമേ എന്റെ കഴിവാണെന്ന് എനിക്ക് പറയാൻ പറ്റും. സിമ്പിളായിട്ട് ഞാൻ ഉദാഹരണം പറയാം. മറ്റേത് ഞാൻ സ്ഥിരം ചെയ്ത പണിയാണ്, എന്റെ കയ്യിലുള്ള സാധനമാണ്, അതിനെ നിലനിർത്തിയാൽ മതി, അതിന് ഉള്ള പണിയെടുത്താൽ മതി. അത് ആരെ കൊണ്ടും പറ്റുന്ന ഒരു പണിയാണ്. അതിനൊരു VD സതീശന്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ഒന്നും വേണ്ട. ഒരു സാധാരണ ഇപ്പൊ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ന്യൂനപക്ഷ വർഗീയത ഇവർ ഓപ്പൺലി സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് ഓപ്പോസിറ്റിലും ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാകുമല്ലോ. ഉറപ്പായും ബേസിക്കലി BJPയിലേക്ക് ഹിന്ദു വോട്ടുകൾ, ഈഴവരുടെ വോട്ട്, നായന്മാരുടെ വോട്ട് BJPക്ക് കാലകാലമായി കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കൂടുതൽ BJPയിലേക്ക് പോകാനല്ലേ ഇതൊക്കെ ഉപകരിക്കൂ എന്നുള്ള ഒരു ചോദ്യം. ഉറപ്പായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? കേരളത്തിൽ അവർക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന നേതാക്കന്മാരില്ല എന്നുള്ളതാണ്. അപ്പോൾ നേതാക്കന്മാർ ഒരുപാട് പേരുണ്ടെങ്കിലും ഈ UDFിൽ സംഭവിക്കുന്നത് തന്നെയാണ് BJPയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മളൊരു 100 ഹൈന്ദവ കുടുംബങ്ങളെ എടുക്കുക. 100 ഹൈന്ദവ, പറയുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. ഇവരിൽ പരമ്പരാഗതമായി ഇതിൽ ഒരു 60 പേരും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരായിരിക്കും. 40 കുടുംബങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവരായിരിക്കാം. കാലക്രമേണത്തിൽ ഇതിൽ രണ്ടിൽ നിന്ന് ഒരു 20 വെച്ചത് 40 പേർ ഈ പറയപ്പെടുന്ന BJPക്കാരായി. അപ്പോൾ കോൺഗ്രസിന്റെ ഈ പറയപ്പെടുന്ന പൊസിഷനും BJPയുടെ പൊസിഷനും ഒരുപോലെ വരികയും ഇടതുപക്ഷത്തിന്റെ പൊസിഷൻ താഴോട്ട് വരികയും ചെയ്യുന്നു എന്നിരിക്കട്ടെ. ഇനി ഈ UDFിന് കാലാകാലങ്ങളായി വോട്ട് ചെയ്യുന്ന ബാക്കി 40 പേരുണ്ടല്ലോ ഇപ്പൊ നിലവിൽ. ഈ 40 പേരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് നരേന്ദ്രമോദി ഇഷ്ടമാണ്, BJPയുടെ കേന്ദ്രത്തിലെ ഭരണം ഇഷ്ടമാണ്. പക്ഷെ കേരളത്തിൽ ഒരു നല്ല നേതാവ് ഉണ്ടെങ്കിൽ അവർക്ക് ഒരു വോട്ട് കൊടുക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന 20% പേര് അവിടെ ഉണ്ട്. നിഷ്പക്ഷർ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു, അതായത് ഒരു കാലത്ത് കോൺഗ്രസ് കുടുംബമായിരുന്നു, പിന്നീട് നിഷ്പക്ഷരായി മാറിയ ഒരു 20% പേരുണ്ട്. ഇതേ അനുകൂലത്തിൽ നിൽക്കുന്ന ഇടതുപക്ഷം കാട്ടിക്കൂട്ടുന്ന ഹൈന്ദവ വിരുദ്ധതയെ എതിർക്കുന്ന ആളുകൾ ഇവിടെയുമുണ്ട്. ഇത് സംയോജിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു നേതൃത്വം BJPക്ക് കേരളത്തിൽ ഇല്ലാതായിപ്പോയി. എങ്കിൽ പോലും UDF നേതാക്കന്മാരിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പൊ തന്നെ
ഇവരുടെയൊക്കെ മനസ്സിൽ മുസ്ലിം ലീഗിനെ വലുതായിട്ട് കൊണ്ടു നടക്കുന്നു എന്നൊരു തോന്നലുണ്ട്. നിലനിൽപ്പിന് വേണ്ടിയാണെന്നുള്ളത് ഇവർക്കറിയില്ല. ഇനി രമേശ് ചെന്നിത്തല മന്നം ജയന്തിക്ക് പോയി പ്രസംഗിച്ചാലും ഈ പറയപ്പെടുന്ന SNDPയുടെ ശിവഗിരി തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്താലും അവരെല്ലാവരും വോട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഒരുപക്ഷെ ഹരിപ്പാട് ചിലപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് പ്രയോജനം കിട്ടിയേക്കാം. ഹരിപ്പാട് ശോഭാ സുരേന്ദ്രൻ വിറപ്പിച്ച് നിർത്തിയേക്കാണെന്നാണ് കേട്ടെ. ഇനി അത് ആ മറിച്ചു കൊടുത്തതാണെന്നും ഒരു ധ്വനി മുഴങ്ങുന്നുണ്ട്. ഇനി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി രമേശ് ചെന്നിത്തലയെ ഉയർത്തി കാട്ടാത്ത പക്ഷം അദ്ദേഹം തന്നെ ഇതിന് പാലം ഭരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പൊ ഭൂരിപക്ഷ വർഗീയത അത് വർഗീയതയല്ല, ബാക്കിയുള്ളവർക്കൊക്കെ ആകാമെങ്കിൽ ഞങ്ങൾക്കും ആയിക്കൂടെ എന്ന അവരുടെ ചിന്തയാണ്, ന്യായമായ ചിന്തയാണ്. ഇത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം ശരിയല്ല. മതം നോക്കി ഈ പറയപ്പെടുന്ന തരത്തിൽ വോട്ട് കൊടുക്കുന്ന രീതി ശരിയല്ല. മതമല്ല, ജാതിയല്ല, ഉപജാതി നോക്കി വോട്ട് കൊടുക്കുന്ന നാടുണ്ട്. ഞാൻ അനുഭവസ്ഥനാണ്. ഞാൻ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ കേട്ടതാണ്, മോനെ എനിക്കെതിരെ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്റെ പാർട്ടിയിൽ മത്സരിക്കുന്ന വാർഡിലെ സ്ഥാനാർത്ഥി ഞങ്ങളുടെ ആളുകളല്ലേ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചിന്തിക്കണം എന്താണ് കണക്ഷൻ എന്ന് ഞാൻ ചിന്തിച്ചപ്പോഴാണ് ഇത് ജാതിക്കുള്ളിൽ ഉപജാതിയാണ്. അങ്ങനെ പോലും ചിന്തിക്കുന്ന മനുഷ്യര് നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ഈ പറയപ്പെടുന്നത് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും വർഗീയതയും ജാതീയതയുടെയും പേരിലല്ല ഒരാൾക്ക് വോട്ട് കൊടുക്കേണ്ടത്. ഇനി ഞാൻ പറയട്ടെ, പാർട്ടി നോക്കി ഒരാൾക്ക് വോട്ട് കൊടുക്കുന്നത് അവൻ കൊള്ളാമോ, ഇവൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ആരായിരിക്കും അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന് നോക്കി വോട്ട് ചെയ്യാൻ പറ്റാത്തത് എന്താ? കൊടിക്കൂറയുടെ കളർ നോക്കി വോട്ട് ചെയ്യുന്ന കാലഘട്ടം മാറണം. നിർത്തുന്ന സ്ഥാനാർത്ഥിയുടെ ക്വാളിറ്റി നോക്കി അവൻ വോട്ട് ചെയ്യണം. അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ മാത്രമേ നമ്മുടെ നാട് ജനാധിപത്യം എന്ന് പറയുന്ന മഹത്തരമായ സംവിധാനം അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരുള്ളൂ. ഇപ്പൊ നോക്കൂ, ഞാൻ ആലോചിക്കുകയാണ്, ഇപ്പോ ഒരാൾ വന്ന് മത്സരിക്കുന്നു, അയാള് MLA ആകേണ്ട ആളാണ്, അയാൾക്ക് ക്വാളിറ്റി ഉണ്ട്. UDFന്റെ സ്ഥാനാർത്ഥി, LDFന്റെ സ്ഥാനാർത്ഥി, UDFന്റെ സ്ഥാനാർത്ഥിയും ക്വാളിറ്റി ഉണ്ട്, BJPയുടെ സ്ഥാനാർത്ഥിയും ക്വാളിറ്റി ഉണ്ട്. 3 പേരും ഒരേ ക്വാളിറ്റിയാണ്. നമുക്ക് ഒരു കുറ്റവും പറയാൻ പറ്റില്ല. പക്ഷെ ഇതിൽ ആരെ തിരഞ്ഞെടുത്താൽ അവിടെ പോകുമ്പോൾ നല്ല ആളെ തിരഞ്ഞെടുക്കും എന്നുകൂടി ചിന്തിക്കണം. ശരിയാണ്. ഇപ്പൊ നോക്കൂ, KB ഗണേഷ് കുമാറിന് ഉദാഹരണമായിരുന്നു. UDF നിന്നപ്പോഴും LDF നിന്നപ്പോഴും അയാൾ ജയിക്കുന്നുണ്ട്, വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിച്ചു വരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് ആ മനുഷ്യനോടുള്ള ആളുകൾ ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ കാട്ടിക്കൂട്ടുന്ന ഗിമിക്കുകളായിരിക്കും, എന്തോ ആയിക്കൊള്ളട്ടെ. അവിടെ കൃത്യമായി വർഗീയത വർക്കൗട്ട് ആവുന്നത്. അതായത് NSSന്റെ പുനലൂർ താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റും ഇവിടെ ചങ്ങനാശ്ശേരിയിലെ പ്രമുഖനുമാണ് ഇപ്പോൾ അദ്ദേഹം. ആ നിൽക്കുന്ന മനുഷ്യന് അവിടെ വോട്ട് ചെയ്യാൻ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ഉണ്ട്, അവിടെ വോട്ട് ചെയ്യുന്ന മുസ്ലിം വോട്ട് ബാങ്ക് ഉണ്ട്. ഒരു ഉദാഹരണം പറയാം. 2014 തെരഞ്ഞെടുപ്പില് ഈ പറയപ്പെടുന്ന 5000 ചില്ലുവാൻ വോട്ടം കണ്ട് അവിടെ SDPക്ക് ഉണ്ട്. 2019 വന്നപ്പോൾ ഈ വോട്ട് കാണാനില്ല. ഈ വോട്ട് എങ്ങോട്ട് പോയി എന്ന ചോദ്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവിടെ കൃത്യമായി ഇപ്പം ഈ ടിനു പാസ്റ്ററുമായി ബന്ധപ്പെട്ട് കുറെ വിവാദങ്ങൾ കൊട്ടാരക്കരയിൽ കത്തുന്നു. ടിനു പാസ്റ്ററുടെ ഫോളോവേഴ്സ് മുഴുവൻ 1 ബ്ലോക്ക് വോട്ട് ചെയ്യുന്ന KB ഗണേഷ് കുമാർ. കാരണം ടിനു പാസ്റ്റർ ഇദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഓരോ മതവിഭാഗങ്ങളും കണക്ക് കൂട്ടി വോട്ട് ഇവര് സമാഹരിക്കുന്നുണ്ട്. അത് കൃത്യമായി പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന നായർ മെജോറിറ്റി മേഖല എടുക്കുക. നായർ മെജോറിറ്റി മേഖലകളിൽ ഒരു ഈഴവ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ ഈ പറയപ്പെടുന്ന കോൺഗ്രസോ CPM തയ്യാറാവും? അപ്പൊ മതത്തിനുള്ളിലെ മതം, ജാതി അവർ തിരക്കി പോകുന്നുണ്ട്. കൃത്യമായ എല്ലാ മതങ്ങളിലും വർക്കൗട്ട് ആവുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ഇലക്ഷൻ വരുമ്പോ തന്നെ ആദ്യം ഇവർ എടുക്കുന്നത് അവിടുത്തെ ഡെമോഗ്രഫിയുടെ കണക്കാണ്. ജാതി എത്ര, മതം എത്ര എന്ന രീതിയിലാണല്ലോ കണക്കെടുക്കുന്നത്. ജാതിയും മതവും ഉണ്ടെന്നേ ഇലക്ഷനിൽ ജാതിയും മതവും ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ഒന്നുമില്ലല്ലോ ഞങ്ങളുടെ ഒരു ചെറുക്കനല്ലേ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു പെങ്കൊച്ചല്ലേ ഇരിക്കട്ടെ വോട്ട് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇനി ഞാൻ ചോദിക്കുന്നു, സിമ്പിളായിട്ട് ചോദിക്കൂ, പല ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇപ്പം ഉദാഹരണം, ഞാൻ ഈ ഉദാഹരണങ്ങളൊക്കെ എന്റെ നാട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പരാതിയില്ലല്ലോ. അതുകൊണ്ടാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടറാണ് ഞാൻ. കൊടിക്കുന്നിൽ സുരേഷ് കഴിഞ്ഞ 10-35 വർഷമായി മത്സരിക്കുന്നു, വിജയിക്കുന്നു, 1-2 തവണ പരാജയപ്പെട്ടു. അദ്ദേഹം SC/ST വിഭാഗത്തിൽ നിന്നുള്ള ആളാണ്, സംവരണ മണ്ഡലത്തിൽപ്പെട്ട ആളുകൾ. ഈ അദ്ദേഹത്തിന്റെ ലോക്സഭാ മണ്ഡലത്തിൽ 8 നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ MLA-മാരാണ്. എങ്കിലും കൊടുക്കുന്ന സുരേഷ് എങ്ങനെയാണ് ഇവിടെയൊക്കെ ഭൂരിപക്ഷം വാങ്ങിച്ച് ജയിക്കുന്നത്? അദ്ദേഹത്തിന് 2 മെറിറ്റിൽ വോട്ട് ലഭിക്കുന്നുള്ളതാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ക്രിസ്ത്യൻ സഭകളുമായി എത്രത്തോളം അടുപ്പമുള്ള ആളാണ്. UDF-ന് കാലാകാലങ്ങളായി നിയമസഭയിലോ പഞ്ചായത്തിലോ കിട്ടാത്ത ക്രിസ്ത്യൻ വോട്ടുകൾ കൊടുക്കുന്ന സുരേഷ് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഇടതുപക്ഷത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഈ SC/ST വിഭാഗത്തിൽപ്പെട്ട അടിസ്ഥാന വർഗം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അടിസ്ഥാന വർഗത്തിലുള്ള പ്രവർത്തകരാണ്. ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ചോദിക്കാനും പറയാനും കൊള്ളാവുന്ന ഒരാൾ എന്ന രീതിയിൽ അദ്ദേഹത്തിന് വോട്ട് 1 ബ്ലോക്ക് വോട്ടുകൾ ഈ ഇത്തരം CPM ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് പോലും അദ്ദേഹത്തിന് സോഴ്സ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. കാരണം അവിടെ CPI ആണ് കാലാകാലങ്ങളായിട്ട് ഓപ്പോസിറ്റ് മത്സരിക്കുന്നത്. ഇത്തരത്തിൽ കൃത്യമായ കണക്കൂട്ടലുകൾ എല്ലായിടവും ഉണ്ട്. അപ്പോ ഞാൻ പറയുന്നത് വർഗീയതയും ഇത് പുറമെ പ്രകടിപ്പിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്.
ഇപ്പൊ ഇവിടെ ഭൂരിപക്ഷ വർഗീയത എന്നൊന്നും ഇല്ല. ന്യൂനപക്ഷ വർഗീയത എന്നൊന്നുണ്ടോ? ഇല്ലാത്തതിനെ ഇവര് പ്രൊമോട്ട് ചെയ്യാണ്. ഇവിടെ എവിടെയാണ് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, മലപ്പുറം ഭാഗത്തേക്ക് പോകുന്നു, കോഴിക്കോട് പോകുന്നത്, അവര് മുസ്ലിം സംസ്കാരം ചേർത്ത് പിടിക്കുന്ന, ഇസ്ലാം സംസ്കാരം ചേർത്ത് പിടിക്കുന്ന ഇസ്ലാം വേഷധാരികളായ ഒരുപാട് പേരുണ്ട്. ഞാനൊരു ഹൈന്ദവനായതുകൊണ്ട് എന്റെ നെറ്റിയിൽ ഒരു ചന്ദ്രക്കുറി കണ്ടത്, അല്ലെങ്കിൽ ശബരിമലയിൽ പോകാനുള്ള മാല കണ്ടത്, കറുപ്പ് വസ്ത്രം കണ്ടതുകൊണ്ട് അവര് നമ്മളെ എങ്ങും മാറ്റി നിർത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അവിടേക്കാണ് ഇതുപോലുള്ള സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ടുവന്ന് വിഭാഗീയത സൃഷ്ടിക്കുന്നത്. ഉറപ്പായിട്ടും നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു കൂട്ടം ഹിന്ദു ഫാമിലികൾ ഒരുപാട് പേര് ചേർന്ന്, അവിടെ ക്രിസ്ത്യൻ ഫാമിലികൾ ഇടയ്ക്കിടയ്ക്കുണ്ട്, മുസ്ലിം ഫാമിലികളുടെ എണ്ണം വളരെ കുറവ്, വെല്ലെണ്ണാവുന്ന ഫാമിലികളെ നമ്മുടെ ഭാഗത്തുള്ളൂ എന്ന് വിചാരിച്ച് ഞങ്ങളുടെ അടുത്ത ജംഗ്ഷനിലേക്ക് വരുമ്പോൾ അവിടെ മുസ്ലിം മെജോറിറ്റി ഏരിയയാണ്. അവിടെയൊക്കെ ഞങ്ങളുടെയൊക്കെ ക്ഷേത്രങ്ങളുടെ ഉത്സവവും അവരുടെ പള്ളിയിലെ നബിദിനവും റാസയും ഒക്കെ വരുന്ന സമയത്ത് നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് അതിനെ ആഘോഷമാക്കുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ. ഒരു മതസൗഹാർദ്ദം പുലർത്താൻ നമ്മളോട് ശ്രമിക്കുന്നത്. അതിനകത്ത് പാർട്ടിയുടെ ഒന്നും ബന്ധമില്ല. അങ്ങനെ ജീവിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ CP ജോണിനെ പോലെയുള്ള നേതാക്കന്മാർ ഇത്തരത്തിലുള്ള പരാമർശങ്ങളുമായിട്ട് വന്ന് ഈ കിട്ടാനിരിക്കുന്ന വോട്ടുകളെ പോലും തിരിച്ചടിക്കുന്നു. മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു CP ജോൺ, മറ്റുള്ളവരത് പറയുന്നില്ല. അത്രമാത്രമേ ഉള്ളൂ വ്യത്യാസം.